ഹലോ വയനാടിന്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ 150 പൾസർ ഡയഫ്രാണ് നമ്മൾ മാറാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കൂളിംഗ് ഷോട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡയഫ്രം ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മുടെ KVR ഒറിജിനൽ പാർട്സ് ഇതാണ് നമ്മുടെ കൈ വെച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. അതായത് ഒരു സ്പ്രിങ് വരും. ഇതാണ് ഇതിന്റെ ഡയഫ്രം. ഈ രണ്ട് സാധനം നമ്മളിന്ന് മാറാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിശാഖപുരം തന്നെയാണ് നമ്മുടെ ഇന്നും നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ എങ്ങനെ ചെയ്യുന്നത് നമുക്കത് വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പൊ അതിന് സൈഡിലൊരു കവർ വരുന്നുണ്ട്. അത് നമ്മുടെ ചാവി വെച്ചിട്ട് അയച്ചെടുക്കുക. പൾസർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അതിന്റെ സീറ്റ് എങ്ങനെ അയക്കണേന്ന്. പിന്നെ ഇത് അവിടെ ഒരു കേബിൾ ഉണ്ട്, അത് വലിയ നമ്മുടെ സീറ്റ് ഇതാ ഒരു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗേസ് അടുത്ത നമ്മളിതാ ഇപ്പറ സൈഡിലൊരു കവർ ഉണ്ട്. അപ്പോൾ സ്റ്റാറിന്റെ സ്ക്രൂ ആണ് വരുന്നത്. ആ സ്റ്റാറിന്റെ സ്ക്രൂ നമുക്ക് അയച്ചു. അടുത്ത നമുക്ക് ഇതിനകത്ത് വരുന്നത് രണ്ട് സ്റ്റാറിന്റെ സ്ക്രൂ വരുന്നുണ്ട്. ഒന്ന് ഇവിടെയും വരുന്നുണ്ട്, പിന്നെ ഇപ്പുറത്തും വരുന്നുണ്ട്. അത് നമുക്ക് അയച്ചെടുക്കാം. ലൂസാക്കി വെക്കാം. ഇനി അപ്പുറത്തുണ്ട്. അപ്പൊ ഗൈസ് തൊട്ടിപ്പുറത്തായിട്ട് ഒരു സ്റ്റാറും കൂടി ഉണ്ട്. നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കുറച്ച് ഉള്ളിലാണ്. അപ്പൊ ആ സ്റ്റാറും കൂടി നമുക്ക് ലൂസാക്കി എടുക്കാം. നമുക്ക് പതിയെ അത് അഴിച്ചെടുക്കാം. അടുത്ത നമുക്ക് പെട്രോൾ ഓഫ് ചെയ്തിട്ട് പെട്രോൾ ട്യൂബ് പിടിക്കണം. അപ്പോൾ നമ്മുടെ പെട്രോളിൻ്റെ പൈപ്പ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു സമയം നോക്കണം, പെട്രോൾ ഓഫാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അത് ഊരാവൂ. കാരണം അല്ലെങ്കിൽ പെട്രോൾ വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ ഗൈസ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ നമ്മുടെ ആക്സിലേറ്ററിന്റെ കേബിളിൽ നിന്ന് ഒരു രണ്ട് 10 നെറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് ഊരിയെടുക്കല്ല, ഒന്ന് ലൂസാക്കിയിട്ട് നമ്മുടെ കേബിൾ ഫ്രീ ആക്കിയിടാം. അത് പിടിക്കുക. അപ്പൊ ഗൈസ് നമ്മുടെ ആക്സിലേറ്ററിന്റെ കേബിള് നമ്മൾ വിടിയിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കാർബറേറ്റർ നമുക്ക് അതിനകത്ത് നിന്ന് ഊരിയെടുക്കേണ്ടതുണ്ട്. കാരണം അതിന്റെ മേൽഭാഗത്താണ് നമ്മുടെ ഡയഫ്രം വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ മെല്ലെ തിക്കി ഇതാ ഊരിയെടുക്കുന്നതാണ് കാണുന്നത്. മെയിനായിട്ട് നമ്മൾ മാറുന്ന വെച്ചാൽ നമ്മുടെ ഡയഫ്രത്തില് ചെറിയ കീറലോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ, അതേപോലെ തന്നെ പിസ്റ്റണിൽ ചെറിയ സ്ക്രാച്ചിങ്ങുകളൊക്കെ വന്നു കഴിഞ്ഞാലോ, നമ്മുടെ പൾസറിൽ അതേപോലത്തെ ബൈക്കുകളിൽ നമുക്ക് പുള്ളിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഈ വണ്ടിക്ക് പുള്ളിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് അയച്ചിറക്കുന്നത്, ഡയഫ്രം കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി. കാരണം ഡയഫ്രം ഓൾറെഡി മാറാനായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പുതിയ ഡയഫ്രം കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മെല്ലെ ഊരി എടുത്തതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ കാർബറേറ്റർ ഇതാ അടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാം പുറത്തേക്ക് എടുക്കാം. അഴിക്കുന്ന സമയത്ത് ഇവിടെ 2 ക്ലിപ്പ് വരുന്നുണ്ട്. അപ്പുറ സൈഡിലാണ് ബാറ്ററി ജോയിൻ ചെയ്യുന്നത്. ആ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അയച്ചെടുക്കാൻ മറക്കാണ്ട് ചെയ്യണം.
പിന്നെ ഈ പൈപ്പ് ആണ് നമ്മുടെ ഓവർഫ്ലോന്റെ പൈപ്പാണ്. ഡയഫ്രം വയ്ക്കാൻ നമുക്ക് 2 സ്ക്രൂ വയ്ക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് ഡയഫ്രം വരിക. പിസ്റ്റനാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മുടെ തൊട്ടുമുമ്പത്തെ വീഡിയോ ഉള്ള പോലെ തന്നെയാണ് ഡയഫ്രം അഴിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ 2 സ്ക്രൂ വരുന്നുണ്ട്, ഇവിടെയും ഇവിടെയായിട്ട്. ആ 2 സ്ക്രൂ നമുക്ക് ഊരിയെടുക്കാം. നമ്മുടെ മേലത്തെ 2 സ്ക്രൂ ആണ് എല്ലാം റിലീസ് ചെയ്യാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡയഫ്രം ഉള്ളത്. ആ ഡയഫ്രമാണ് നമ്മളിന്ന് മാറാൻ പോകുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ സ്പ്രിങ്. ഇതാണ് ആ സ്പ്രിങ് കേട്ടോ. ഈ സ്പ്രിങ്ങിന് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഡയഫ്രം ആണ് മെയിനായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് വാങ്ങുന്ന സമയത്ത് ഇതാണ് ഡയഫ്രം. ഡയഫ്രത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മിസ്സിങ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇതാണ് ഹോള് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഹോള് വരാൻ പാടില്ല. ഇത് ഹോള് വന്നു കഴിഞ്ഞാൽ ഇതിൽ എയർ ലീക്കായി പോവുകയും ചെയ്യുന്നത്. എന്തോ ഇപ്പോൾ സ്ക്രാച്ച് വലിയ കാര്യമായിട്ട് ഒന്നുമില്ല. നമുക്ക് കുറച്ച് ചെറുതായിട്ട് സ്ക്രാച്ചുകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് നമ്മുടെ ഉണ്ടോ ഈ ഭാഗത്ത് നോക്കി കറക്റ്റ് മനസ്സിലാവുണ്ടോ. ഇവിടെയും ഇവിടെയായിട്ട് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വന്നാൽ തന്നെ നമുക്ക് കണ്ടോ ഇവിടെ കുറച്ച് തേഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കണ്ടോ. ഇതുകൊണ്ട് നമുക്ക് പുള്ളിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് കംപ്ലൈൻറ്റ് വന്നത് നമുക്ക് ഈ പൊട്ടലാണ് വന്നത്. ഇതുണ്ടല്ലോ ഹോൾ വന്നില്ലേ, ഈ ഹോളാണ് കംപ്ലൈൻറ്റ്. ഇതിൻ്റെ നമുക്കിനി ഇത് മാറാം. അപ്പൊ ഗൈസ് നമ്മുടെ പുതിയ ഡയഫ്രം നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാന്ന് കണ്ടുനോക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഈ പഴയ ഡയഫ്രത്തിൽ നമുക്ക് ഈ പിന്ന് നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഇത് സെപ്പറേറ്റ് അല്ല, ഇത് നമുക്ക് ഓൾറെഡി നമുക്ക് യൂസബിൾ ആണ്. അപ്പൊ നമുക്ക് ഇത് നമുക്ക് അഴിച്ചെടുക്കാം. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ 2 സ്റ്റാർ വരുന്നുണ്ട്, അത് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ പിന്നെ നമുക്ക് നൈസ് അങ്ങ് ഊരിയെടുത്തേക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഒരു സ്പ്രിങ് വരും, ഒരു വാഷർ, അതുപോലെ തന്നെ ഇതിങ്ങനത്തെ ലോക്ക് വരുന്നുണ്ട്. പിന്നെ 2 സ്ക്രൂ വരും. ഇതാണ് നമ്മുടെ ആ സൂചി. ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പുതിയതിലേക്ക് നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ ഡയഫ്രം. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ശേഷം ഒരു വാഷർ വരുന്നുണ്ട്. അപ്പോൾ വാഷർ കറക്റ്റ് സീറ്റിങ്ങിൽ വാഷർ വെക്കാൻ നോക്കണം. വാഷർ ഇട്ടതിന് ശേഷം നമ്മൊരു സ്പ്രിങ് വരുന്നുണ്ട്. ആ സ്പ്രിങ് നമുക്ക് അതിൻ്റെ മേലെ തന്നെ കറക്റ്റ് വെക്കണം. അവിടെ സ്പ്രിങ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഒരു ലോക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ അയച്ചെടുത്ത ലോക്ക്, ആ ലോക്ക് നമുക്ക് അതേപോലെ സെറ്റ് ചെയ്യാം. കാരണം സ്പ്രിങ് തള്ളിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ലോക്കും കൂടി നമുക്ക് സെറ്റ് ചെയ്തേക്കാം. അതിനുശേഷം നമ്മൾ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ അയച്ചെടുത്ത് നമുക്ക് തിരിച്ചതേപോലെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റാർ നമ്മൾ മെല്ലെ തിരിച്ചു തരികയാണ്. ഇത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടി. കാരണം നമുക്ക് ചെറിയൊരു ക്യാപ്പിലാണ് ഇത് കയറ്റുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി തൊട്ടപ്പുറത്തെ ഒരു സ്ക്രൂവും കൂടി ചെയ്യാണ്ട് 2 സ്ക്രൂ ആണ് വരുന്നത്. നമുക്ക് ആ 2ാമത്തെ സ്ക്രൂവും കൂടി മെല്ലെ അങ്ങ് കയറ്റിയേക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് വെച്ചാൽ നന്നായി ടൈറ്റ് ആക്കാൻ മറക്കരുത്. കാരണം ഇത് സ്പ്രിങ് കൂടെ വരുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ 2 സ്റ്റാറും വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ തിരിച്ചു കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ടൈറ്റ് പിടിക്കുക. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുക്കും. നമ്മൾ വല്ല ഫുള്ള് കാണിച്ചില്ല എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമുക്കിതിന് വേറെ സ്പ്രിങ് വെക്കാനുണ്ട്. ഇതാണ് നമ്മുടെ മാറാൻ പോണ പുതിയ സ്പ്രിങ് ആണിത്. പഴയ സ്പ്രിങ്ങിന് വലിയ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത് വാങ്ങി വെക്കുന്നുള്ളൂ. കണ്ടോ, ഇതാണ് പഴയ സ്പ്രിങ്. അപ്പോൾ നമുക്ക് പുതിയ സ്പ്രിങ് കൂടെ സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഡയഫ്രം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വിശാഖ് ബ്രോ കാണിച്ചു തരും, പറഞ്ഞു തരും. അത് നമുക്ക് ഇതാദ്യം ഇതിൽ ഇറക്കുക. ഇറക്കിയിട്ട് കറക്റ്റ് നമുക്ക് ഈ ഇങ്ങനെ നടക്കുന്നൊരു ഇതുണ്ടാവും. അതിവിടെ ഒരു ചാലുണ്ട്. ആ ചാലിലേക്ക് കറക്റ്റ് കയറി വയ്ക്കണം. ഡയഫ്രം കറക്റ്റ് കയറിയുന്നു. ഇനി നമുക്ക് സ്പ്രിങ് ഇടാം. നമ്മുടെ സ്പ്രിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡയഫ്രത്തിന്റെ ക്യാപ്പ് വെച്ച് നമ്മളിതാ അടയ്ക്കാൻ പോവാണ്. സ്പ്രിങ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ചെറിയ കറക്റ്റ് സ്പ്രിങ്ങിന്റെ ലെവലിലൊരു സാധനം ഇരിപ്പുണ്ട്. അതിനകത്ത് കറക്റ്റ് സ്പ്രിങ് കുടുക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വല്ല സെറ്റ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ 2 സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റാറിന്റെ സ്ക്രൂ നമ്മളിതാ തിരിച്ച് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നല്ല ടൈറ്റ് ചെയ്തേക്കാം.
നമ്മുടെ ഡയഫ്രം സെറ്റ് ചെയ്ത് നമ്മളെ തിരിച്ചത് അതേപോലെ നമ്മുടെ അടപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, ടൈറ്റ് ചെയ്തിട്ടുണ്ട്, 2 സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംഭവവും നമ്മൾ തിരിച്ച് അതേപോലെ സെറ്റ് ചെയ്യണം. മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം ഇത് കുറച്ച് ക്യാപ്പ് വളരെ കുറവാണ്, നമ്മുടെ സ്കൂട്ടി പോലെയല്ല, കുറച്ച് ക്യാപ്പ് കുറവാണ് ബൈക്കിന്. സംഭവം അഴിച്ചെടുക്കാനൊക്കെ സിമ്പിളാണ്, പക്ഷെ കുറച്ച് പണിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ യൂസ് ചെയ്ത് നമ്മളെ സ്ക്രൂ ഒക്കെ നമ്മൾ തിരിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഷ്ടപ്പെട്ടാണ് നമ്മളെ കാർബറേറ്റർ നമ്മൾ തിരിച്ചു കയറ്റി, അതിനുവേണ്ടി നമ്മൾ ടാങ്കുകളൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ തിരിച്ചു കയറ്റാം. നേരെ ഇപ്പുറ സൈഡിൽ വരുമ്പോൾ തൊട്ട് മേലെ നമ്മൾ ആദ്യം നേരത്തെ കാണാൻ സാധനമാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കണേ. നമുക്ക് ഇതും കൂടി ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ തിരിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് നമ്മുടെ കാർബറേറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ ടാങ്ക് സെറ്റ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള പണിയൊന്നും കണ്ടേക്കാം. കപ്ലർ ഉണ്ട്, അത് തിരിച്ചു കൊടുക്കണം. അടുത്തായിട്ട് നമ്മുടെ ടാങ്ക് സെറ്റ് ചെയ്യാൻ പോവാണ് കാണുന്നത്. ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചാലുണ്ട്, 2 ചാല് വരുന്നുണ്ട്. ആ ചാല് കറക്റ്റ് ഈ ബുഷിനകത്ത് കയറിയിരിക്കണം. 2 ബുഷ് കാണുന്നില്ല, അതിലേക്ക് കയറിയിരിക്കണം കറക്റ്റ്. ഇവിടെ കപ്ലർ ഉണ്ട്, ഫ്യൂൽ ഗേജിന്റെ ആണ് വരുന്നത്. അത് തിരിച്ചു കുത്തണം. പിന്നെ പെട്രോളിന്റെ ട്യൂബ് അത് നമുക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കാർബറേറ്ററിന്റെ പണി കഴിഞ്ഞ് നമ്മൾ ടാങ്ക് തിരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ടാങ്കിൽ വരുന്ന 10 ബോൾട്ടാണ് വരുന്നത്. നമുക്ക് ടൈറ്റ് ചെയ്യാം. കൊടുക്കാം. ഇവിടെ 2 ബുഷ് വരുന്നുണ്ട്, ലോക്കും വരുന്നുണ്ട്. അതിലേക്ക് കറക്റ്റ് കയറിക്കണം. ഇവിടെ ലോക്കും ഇവിടെ ബുഷുമാണ്, ഇവിടെ ക്ലിപ്പും വരുന്നുണ്ട്. നമുക്ക് സീറ്റ് കൊടുക്കാം. വയനാടിന്റെ കൊച്ചി വീഡിയോ അവസാനിക്കുകയാണ്. നമ്മുടെ പൾസറിന്റെ ഡയഫ്രാമുകളൊക്കെ മാറി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വിശാപ്രമോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ അടുത്തടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വന്നിരിക്കും. അപ്പോൾ ഇത് കട്ടിന് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കൺ അടിച്ചെങ്കിൽ പൊട്ടിച്ചേക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.